ഹലോ, ഇത് 1 kg വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ കുറച്ച് പീസ് അധികം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് പരത്തി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് 2 kgൻ്റെ ബേസിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ എനിക്കത് കുറച്ചുകൂടി വിഡ്ത്ത് കൂട്ടണം തോന്നിയുകൊണ്ട് അതൊന്നുകൂടി കട്ട് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കി കേട്ടോ. എന്നിട്ട് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് മെയ്ഡും പിന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ കൊടുത്തു. കാരണം ഒരു ലെയറിൽ മാത്രമേ നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിങ്ങൊക്കെ കൊടുത്ത് നട്ട്സൊക്കെ കൊടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്ത്. പിന്നെ ഈ ഒരു കേക്ക് എനിക്ക് കുറച്ച് ദൂരെ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഹർത്താലായതുകൊണ്ട് പിന്നെ ഞാൻ ഒരാളെ റെഡിയാക്കിയിരുന്നു ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ എത്ര വിളിച്ചിട്ടും ഫോണിൽ കിട്ടുന്നില്ല. അപ്പോൾ കസ്റ്റമറിന് ഒരു 3 മണിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു 2 മണിക്ക് തന്നെ കോളിങ് തുടങ്ങിയിട്ടും ഫോണിൽ കിട്ടുന്നേ ഇല്ല. അപ്പം ഇത് ഡെലിവറി ചെയ്യേണ്ട കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു നമുക്ക് കൊണ്ടു കൊടുത്താലോ വെച്ചാൽ. അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ് നമുക്ക് കൊണ്ടു കൊടുക്കാതെ സാരമില്ല, ഇങ്ങനെ ഒരു സമയം കേക്ക് റെഡി ആയിട്ട് വിളിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാനന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. കാരണം ഹസ്ബൻഡൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കേക്കിൻ്റെ വർക്കുള്ളത്. അപ്പം ആ കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 4-5 മണി ആ ഒരു സമയത്താണ് പിന്നെ കേക്ക് ഡെലിവറി ചെയ്യുന്നത് കേട്ടോ. പൊതുവേ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുമായിരുന്നു. പിന്നെ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് ടെൻഷൻ അടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഭയങ്കര ടെൻഷൻ അടിക്കുന്നതിന് പകരം ഞാൻ എന്തെങ്കിലും സെക്കൻഡ് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ നോക്കും. പിന്നെ മാക്സിമം എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യലാണ്. അപ്പോൾ എല്ലാ പ്രശ്നത്തിനും ഒരു എന്താ പറയുക സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ. അപ്പം ഞാൻ എന്താക്കി, ഈ കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അവളെ വിളിച്ച് ഞങ്ങൾ സ്കൂട്ടിയിൽ കൊണ്ടു കൊടുക്കാൻ പോയി. അപ്പോൾ തിരിച്ചു വരുമാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് കേക്ക് മടിയുള്ളത് കൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കസ്റ്റമറിനെ വിളിച്ചിട്ട് അവിടുന്ന് കേക്ക് കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വരുമാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് എന്തോ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മഴയത്തിങ്ങനെ സ്കൂട്ടിയിലൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു മറക്കാൻ